ഇന്ന് നമുക്ക് നോക്കാം. ഒരു പ്രോ പ്ലെയർ ആണെങ്കിൽ അതിന്റെ ബേസിക് കാര്യങ്ങൾ ഒരു 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇത് ചെറുതുന്നേ ചെയ്യാത്ത കൊണ്ടാ ഞാൻ ഒരു പ്രോ പ്ലെയർ ആകാത്ത ഞാൻ സമ്മതിച്ചിട്ട്. ഇനി നിനക്ക് ചെയ്തുകൂടെ എന്നുള്ള കുറെ കമന്റുകൾ വേണമെങ്കിൽ താഴെ വരാം. അപ്പോൾ പ്രോ പ്ലെയർ ഞാൻ കുറെ റിസർച്ച് ചെയ്തിട്ട് കുറെ കാര്യങ്ങൾ എടുത്തിട്ട് എന്ന് പറയുന്ന. അപ്പോൾ ഈ 5 കാര്യങ്ങൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഒരു നിങ്ങളൊരു ചെറുപ്പ ഏജ് തൊട്ടേ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു പ്രോ പ്ലെയർ ആകാൻ പറ്റും. അപ്പൊ നമുക്ക് ഫസ്റ്റ് വണ്ണെന്ന് നോക്കാം. മറ്റുള്ളവര് നമ്മളെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ള ഒരു വലിയൊരു പ്രശ്നം നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മളെ കുറിച്ച് ചില ആൾക്കാർ നല്ലത് ചിന്തിക്കാം. നമ്മൾ നല്ലോണം കളിക്കും, ഇപ്പൊ നല്ലോണം കളിക്കുക നമ്മുടെ മുമ്പിൽ, അപ്പോൾ അവരുടെ മുമ്പിൽ നമ്മൾ നല്ലോണം കാണിച്ചു കൊടുക്കണം എന്നുള്ള ഒരു ഫ്രസ്ട്രേഷൻ വരും. അങ്ങനെ ഒരു വേണമെങ്കിൽ മറ്റുള്ളവർ നമ്മളെ പറ്റി ചിന്തിക്കാം. അല്ലെങ്കിൽ അവൻ നമ്മളെ ഹറാസ് ചെയ്യുന്ന കുറച്ച് ടീം ഉണ്ടാവും, നമ്മളെ കൂടെ തന്നെ നിന്നിട്ട് എന്തിനാ അങ്ങനെ കളിക്കുന്നത് ഇങ്ങനെ കളിക്കുന്ന ഹറാസ് ചെയ്യുന്ന ടീം ഉണ്ടാവും. അപ്പൊ നമുക്ക് ചുറ്റുമുള്ള പല ആൾക്കാർക്കും പല ചിന്തകളായിരിക്കും. നമ്മൾ ചില ആൾക്ക് നല്ലോണം നമ്മൾ അവർ ചിന്തിക്കുന്ന പോലെ കളിക്കണോ, ചില ആൾ അവർ ചിന്തിക്കുന്ന പോലെ കളിക്കരുത്, ഇവ നല്ലോണം കളിക്കരുതെന്ന് വെച്ച് നമ്മളെ കുറെ ആളെ ഹറാസ് ചെയ്യും. അപ്പൊ അങ്ങനെ പല ചിന്തകളും കൂട്ടിക്കൊഴിച്ച് നമുക്ക് നമ്മളെ ഒരു വിഷനിൽ നമ്മളെ ഒരു ഗോളിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ ആലോചിക്കുകയേ ചെയ്യരുത്. നമുക്ക് ഒരു കളിക്കാരനാണോ, അതിനെന്തെല്ലാം ചെയ്യേണ്ടത്, അതിനെങ്ങനെയെല്ലാം പ്രാക്ടീസ് ചെയ്യേണ്ടത്, ഇങ്ങനെ കളിക്കുക. അഥവാ നമുക്ക് മര്യാദ കളിക്കാൻ പറ്റില്ലെങ്കിൽ നാളെ അത് തിരുത്താം. ഈ ഒരു കാര്യം മാത്രമേ നമ്മളെ മനസ്സിലുള്ളൂ. മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ ദയവ് ചെയ്തിട്ട് നമ്മൾ മറന്നേക്കുക. രണ്ടാമത്തെ ടിപ്പ് എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു റെസ്പോൺസിബിലിറ്റി വേണം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മേത്ത് മാത്രമല്ല നിങ്ങളുടെ ടീമിന്റെ മേത്ത് റെസ്പോൺസിബിലിറ്റി വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ടീമിനെ പറഞ്ഞ് കളിപ്പിക്കണം. നിങ്ങളിപ്പോൾ സാധാരണ ഒരു ലെവലിൽ ഒരു നാട്ടിൻപുറത്ത് കളിക്കുന്ന ഒരു കുട്ടിയാന്ന് വെച്ചോ, ആ ഒരു ടീമിനെ നിങ്ങൾ എടുത്ത് കളിപ്പിക്കേണ്ട ഒരു കഴിവുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ടീമിലേക്ക് പോകേണ്ട ഒരു കഴിവുള്ള ഒരു കുട്ടിയായി നമുക്ക് മനസ്സിലാവുള്ളൂ. അതുമാത്രമല്ല നിങ്ങളുടെ ടീമിനെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് നിങ്ങൾ അവരെ പറഞ്ഞ് നിങ്ങൾ കളിപ്പിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ഓരോ തെറ്റുകൾ പറഞ്ഞു കൊടുക്കുക ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾ ആ തെറ്റുകൾ ആവർത്തിക്കാണ്ടിരിക്കാൻ നിങ്ങൾ ശ്രമിക്കും. അപ്പൊ നമ്മൾ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമ്മളൊരു കാര്യം ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഓരോരോ തെറ്റുകൾ നമ്മൾ ചെയ്യരുതെന്നുള്ള മനസ്സിൽ ഒരു ദൃഢത വരും. ഇല്ലാണ്ട് മറ്റുള്ളവർ പറയുന്ന കേട്ട് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് ചെയ്തില്ലെങ്കിൽ അവൻ കൂട്ടാൻ പോകുന്നു, ചെയ്ത് അപ്രിഷിയേറ്റ് ചെയ്യാൻ പോകുന്നു, അതിൽ ചുരുങ്ങിപ്പോകും. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുത്ത് നമ്മൾ ഒരു മൊത്തത്തിൽ ഒരു ലീഡറായി നിൽക്കുമ്പോൾ നമ്മൾ ആ ഒരു തെറ്റ് ചെയ്യരുത്, നമ്മൾ നല്ല ചെയ്താലേ നമ്മളെ കൂടെയുള്ളവർ നമ്മളെ കണ്ട് പഠിക്കുള്ളൂ എന്നുള്ള ഒരു ബാധ്യത നമ്മളെ മനസ്സിൽ വരുമ്പോൾ നമ്മൾ പരമാവധി നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ നമ്മൾ ഒഴിവാക്കും. അപ്പൊ നമ്മളെ ടീമിനെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമ്മൾ എടുത്ത് അവരെ പറഞ്ഞ് നമ്മൾ കളിപ്പിക്കുക. അതിന് നിങ്ങൾ ക്യാപ്റ്റൻ ആണെന്നൊന്നുമില്ല, ടീമിന്റെ ക്യാപ്റ്റൻ ആണോ, എന്നെ ക്യാപ്റ്റൻ ആക്കിയിട്ടില്ല, അങ്ങനെ ക്യാപ്റ്റൻ അതൊന്നും ആവണ്ട, ക്യാപ്റ്റൻ ആണെന്നൊന്നുമില്ല ഒരു ടീമിനെ പറഞ്ഞ് കളിപ്പിക്കുക. നിങ്ങൾക്ക് നിങ്ങളെ കഴിവുകൾ വളർത്തിയെടുക്കുക, അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ കളിക്കുക, ഇങ്ങനെ കളിക്കുന്നു വായി തുറന്ന് പറഞ്ഞ് കുട്ടികളെ കളിപ്പിച്ച് ഒരു റെസ്പോൺസിബിലിറ്റി ഏത് ടീമിൽ കയറിയാലും, ഇതിന്റെ പ്രോ ടീമിൽ കയറിയാലും ഏത് ടീമിൽ കയറിയാലും നിങ്ങളെ ഒരു വാക്കിന് അവിടെ വിലയുണ്ടാവണം. മൂന്നാമത്തെ മെയിൻ ടിപ്പ് എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ദിവസം കളിക്കാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട്, നമ്മൾ അന്ന് കളിക്കാൻ പറ്റിയിട്ടില്ലാന്ന്. പക്ഷെങ്കിൽ അതേപോലെ നിങ്ങൾ ട്രെയിനിങ്ങിന് അതേപോലെ നിങ്ങൾ ചിന്തിക്കുന്നത്, ട്രെയിനിങ് നമ്മൾ മാക്സിമം നമ്മൾ സ്കിപ്പ് ചെയ്യാൻ നോക്കുള്ളൂ. ഇന്ന് നമ്മൾ രാവിലെ ട്രെയിനിങ് ചെയ്യാന്ന് വിചാരിക്കൂ, നാളെ ചിലപ്പോൾ നമുക്ക് മതി ഇന്ന് വേണ്ട വൈകുന്നേരം കളിക്കാം എന്നിട്ട് നമ്മൾ ഒഴിവായി കളയും. നമ്മൾ കളി ഒരു ദിവസം സ്കിപ്പ് ചെയ്താലും നമുക്ക് ഒരു ദിവസം ഇപ്പൊ രാവിലെ ട്രെയിനിങ് നമ്മൾ വൈകുന്നേരം കളിക്കുവാണെങ്കിൽ, ഇപ്പൊ സപ്പോസ് രാവിലെ നമുക്ക് ട്രെയിനിങ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വൈകുന്നേരം കളി സ്കിപ്പ് ചെയ്തിട്ട് ട്രെയിനിങ് കണ്ടിന്യൂ ചെയ്യുക. നമ്മൾ ഒരിക്കലും ട്രെയിനിങ് നമ്മൾ സ്കിപ്പ് ചെയ്യുകയായിരുന്നു. നമ്മൾ ഡെയിലി ഒരു കോച്ചിനടുക്ക് പോയി ട്രെയിനിങ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, നമുക്ക് നമ്മളേതായ രീതിയിൽ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ട്രെയിനിങ് ചെയ്യാം. പക്ഷേ ചെയ്യുന്ന ട്രെയിനിങ് നമ്മൾ സ്കിപ്പ് ചെയ്യാതെ ഡെയിലി കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ട് കൊടുക്കുക. നമ്മൾ കളിക്കുന്നതല്ല, കളി വീക്കിലി 1, 2, 3 പ്രാവശ്യം 3 ദിവസം കളിച്ചാൽ തന്നെ നിങ്ങൾ ധാരാളം. ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം ട്രെയിനിങ് ചെയ്യുക. ട്രെയിനിങ് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്താൽ, ട്രെയിനിങ് നിങ്ങൾ സ്കിപ്പ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രോ പ്ലെയർ ആകാനേ പറ്റൂല. നാലാമത്തെ ടിപ്പ് എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ സപ്പോസ് ഞാൻ പറഞ്ഞ പോലെ ഡെയിലി ട്രെയിനിങ് ചെയ്യുന്ന ആളാണ്, ഡെയിലി കളിക്കുന്ന ആളാണ്. നമ്മൾ വിചാരിക്കും നമുക്ക് കുറച്ച് ഹാർഡായിട്ടുള്ള ട്രെയിനിങ് ഉണ്ടാവും, നല്ല പുഷപ്പും കാര്യങ്ങളും പുള്ളപ്പും നമ്മളെ മസിൽസിന് ഇതാക്കേണ്ട കാര്യങ്ങളും അങ്ങനത്തെ എക്സസൈസും ട്രെയിനിങ് എല്ലാം ഉണ്ടാവും. അപ്പൊ അതൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് അത്യാവശ്യം കളിക്കുന്നില്ലേ, അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു തോന്നൽ വന്നിട്ട് നമ്മൾ ട്രെയിനിങ് ചെറിയൊരു ഒരു കംഫർട്ട് സോണിൻ്റെ തന്നെ ട്രെയിനിങ് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഹാർഡായിട്ടുള്ള ട്രെയിനിങ് നമ്മൾ ചെയ്യണം. നമ്മൾ അത് ഒരു ഹാർഡാന്ന് വിചാരിച്ച് നമ്മൾ ഒഴിവാക്കി കൊടുക്കും. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ മെസ്സി, റൊണാൾഡോ ഇവരെല്ലാം തന്നെ ഇപ്പോൾ അവരെക്കാട്ടും വലിയ പ്ലെയർ അല്ലല്ലോ നമ്മൾ. അവര് വേൾഡിൽ മോസ്റ്റ് പ്ലെയേഴ്സായി ഇത്ര പ്ലെയേഴ്സ്. അപ്പൊ അവരെല്ലാം എന്താ വെച്ചാൽ അവർ ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഹാർഡായിട്ടുള്ള ട്രെയിനിങ്ങും എല്ലാം ഇപ്പോഴും ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അവർ ഒരു കളി കളിക്കണമെങ്കിൽ അതിനു മുമ്പ് ഇതെല്ലാം ചെയ്ത് പ്രിപ്പയർ ആയാലും നമുക്ക് കളിക്കാൻ പറ്റും. നമ്മൾ അവിടത്തേക്ക് എത്താൻ പോകുന്ന, അപ്പൊ അവിടത്തേക്ക് എത്താൻ അവര് ചെയ്ത് അത്രയും അവര് ചെയ്യുന്നതിന്റെ ഒരു പകുതിയെങ്കിലും നമ്മൾ ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞാൽ അവർ ചെയ്തതിന്റെ ഇരട്ടി ചെയ്താൽ നമുക്ക് ആ ഒരു പൊസിഷൻ നമുക്ക് എത്താൻ പറ്റുള്ളൂ. പക്ഷെ അവർ ചെയ്യുന്നതിന്റെ ഒരു പകുതി പോലും നമ്മൾ ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ, എന്നിട്ട് നമുക്ക് ഒരു ഭയങ്കര പ്ലെയർ ആണെന്ന് വെച്ചാൽ നമുക്ക് എവിടെ എത്താൻ പറ്റൂലല്ലോ. നിങ്ങളൊന്ന് സാധാരണ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. അപ്പൊ നമ്മൾ നല്ലോണം ട്രെയിനിങ് ചെയ്യുക, നല്ല ഹാർഡായിട്ടുള്ള ട്രെയിനിങ് നമ്മൾ സ്കിപ്പ് ചെയ്യാണ്ട്, അതും നമ്മൾ കൂടെ തന്നെ ട്രെയിനിങ് എന്തായാലും മസ്റ്റായിട്ട് നമ്മൾ ഡെയിലി
ഡെയിലി നമ്മൾ ചെയ്തുകൊണ്ട് നിൽക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്ലെയർ ഉണ്ടാവുമല്ലോ, ഇഷ്ടപ്പെട്ട പ്ലെയർ ആ നിലയിൽ എങ്ങനെ എത്തിയ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ് സെക്ഷൻ കാര്യങ്ങളും നോക്കുക, അദ്ദേഹം എന്ത് ട്രെയിനിങ് എടുക്കുന്നത് നോക്കുക, അത് നമ്മൾ നോക്കുക. ഇല്ലാണ്ട് എൻ്റെ മെസ്സി അങ്ങനെ ചെയ്ത് നമ്മൾ വെറുതെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്ലെയർ അങ്ങനെ ഇങ്ങനെ വീമ്പിളക്കൽ മാത്രമായി പോറ്. നമ്മളൊരു പ്ലെയർ ആണെങ്കിൽ അവരെന്തെല്ലാം ചെയ്യുന്നുള്ള നോക്കി ചെയ്ത് കണ്ട് പഠിക്കണം. നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്യുവാണെങ്കിൽ അഞ്ചാമത്തെ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. അഞ്ചാമത്തെ ടിപ്പ് എന്ന് വെച്ചാൽ, ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചോ നിങ്ങൾ ഒരു പ്രോ പ്ലെയർ ആണ്. നിങ്ങളെ മനസ്സിൽ നിങ്ങൾ വിചാരിക്കാണ്ട് നിങ്ങൾ ഒരിക്കലും ഒരു പ്രോ പ്ലെയർ ആകാൻ പറ്റുന്നത് ഈ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ മാത്രമേ. ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഭാവിയിൽ നിങ്ങൾ ഒരു നല്ലൊരു പ്ലെയർ ആവും. അപ്പൊ ഈ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ തന്നെ നിങ്ങൾ മനസ്സിൽ വിശ്വസിച്ചിട്ട് നിങ്ങൾ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ആറ്റിറ്റ്യൂഡ് മാറ്റുക. ഞാൻ നല്ല കളിക്കാരനാണ്, എനിക്ക് നല്ലോണം കളിക്കാൻ പറ്റുന്ന ആ ആറ്റിറ്റ്യൂഡിലേക്ക് മാറ്റി കൊണ്ടുവന്നാലേ നിങ്ങളെ മൊത്തത്തിൽ നിങ്ങൾക്കൊരു മാറ്റം വരുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ ഈ 4 ടിപ്പ് നിങ്ങൾ ഫോളോ ചെയ്യുക. അതിൻ്റെ കൂടെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ വിചാരിച്ചോ ഞാനൊരു പ്രോ പ്ലെയറാണ്, ഞാൻ ഇന്നില്ലെങ്കിൽ നാളെ ഒരു പ്ലെയർ ആവും, എനിക്ക് ആരും പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ എൻ്റെ കളി ഗ്രൗണ്ടിൽ കളിക്കും, ഞാൻ ഇന്നില്ലെങ്കിൽ നാളെ എന്നെ തേടി ബാക്കിയുള്ള പ്ലെയേഴ്സ് വരും എന്നുള്ള ചിന്ത നിങ്ങൾ ധൈര്യത്തിൽ മനസ്സിൽ വെക്കുക. ഈ മുമ്പ് പറഞ്ഞ ഈ 4 കാര്യങ്ങൾ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ഫോളോ ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് ഫുട്ബോളിനെ പറ്റി സ്നേഹമുണ്ടെങ്കിൽ നല്ലൊരു പ്ലെയർ ആകാൻ പറ്റും ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് നടക്കാം.